എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പൈലറ്റ് എന്ന സ്വപ്നത്തിലേക്ക് ഒരു മലയാളി വിദ്യാർത്ഥിനി ചിറക് വിരിച്ച് പറന്നെത്തി. മുൻ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയിൽ ഫ്ലൈയിങ് ഓഫീസറായ NP കീർത്തന. എറണാകുളം കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിലെ +2 കഴിഞ്ഞ് കീർത്തന തിരഞ്ഞെടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പഠനം. ഒരിക്കൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ അന്ന് +2 വിദ്യാർത്ഥിയായിരുന്ന കീർത്തന ചോദിച്ചു, എനിക്കെങ്ങനെ പൈലറ്റ് ആകാൻ കഴിയും? അതിന് കലാം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, അതിന് നിങ്ങൾ ഇഴയുകയല്ല, പറക്കുകയാണ് വേണ്ടത്. പറക്കാനുള്ള കീർത്തനയുടെ ആഗ്രഹത്തിന് അങ്ങനെ ചിറക് മുളച്ചു തുടങ്ങി. വ്യോമസേനാ ജോലിക്ക് കിട്ടുന്ന അംഗീകാരവും രാജ്യസേവനത്തിനുള്ള അവസരവുമായിരുന്നു എന്തുകൊണ്ട് വ്യോമസേന തിരഞ്ഞെടുക്കണമെന്നതിനുള്ള കീർത്തനയുടെ ഉത്തരം. ആദ്യ കടമ്പ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റായിരുന്നു. +2 സയൻസ് അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ. തുടർന്ന് 5 ദിവസത്തെ SSB ഇൻ്റർവ്യൂ. ഉദ്യോഗാർത്ഥിയുടെ മാനസിക ശാരീരിക ക്ഷമത അടിമുടി പരിശോധിക്കും. ആദ്യ ദിവസം തന്നെ എഴുത്ത് പരീക്ഷയുണ്ട്. പിന്നീട് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ എന്നിങ്ങനെ ഒട്ടേറെ ഘട്ടങ്ങൾ. 3 സേനാ വിഭാഗങ്ങളിലും കോസ്റ്റ് ഗാർഡിലും പൈലറ്റ് ആകാനുള്ള യാത്രയിലെ അടുത്ത പ്രധാന പരീക്ഷ കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റമാണ്. പൈലറ്റ് ആകാനുള്ള താല്പര്യവും മൾട്ടി ടാസ്കിംഗ് ശേഷികളും പരിശോധിക്കുന്ന ഈ ടെസ്റ്റിൽ ഒരിക്കൽ പരാജയപ്പെട്ടാൽ പിന്നീട് അവസരമുണ്ടാവില്ല. എല്ലാ ഘട്ടവും വിജയകരമായി കടന്ന കീർത്തന 2021 സെപ്റ്റംബറിൽ ഹൈദരാബാദിനടുത്ത് ഡിണ്ടിഗൽ എയർഫോഴ്സ് അക്കാദമിയിൽ പരിശീലനം തുടങ്ങി. ആദ്യ 6 മാസം ഗ്രൗണ്ട് ട്രെയിനിങ്. ഇതിൽ ശാരീരികക്ഷമത നിർണായകമാണ്. തുടർന്ന് 2 ഘട്ടങ്ങളിലായി 1 വർഷം ഫ്ലൈയിങ് ട്രെയിനിങ്. ശാരീരിക മാനസിക ശേഷികൾ മെച്ചപ്പെടുത്താനുള്ള വിവിധ പരിശീലനങ്ങളുമുണ്ട്. 1.5 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി കീർത്തന ഇപ്പോൾ ബംഗളൂരു യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ കമ്മീഷൻഡ് ഫ്ലൈയിങ് ഓഫീസറാണ്. ഇനി 1 വർഷം കൂടി പരിശീലനം. അത് കഴിഞ്ഞാൽ പുതിയ ഉയരങ്ങളിലേക്ക്. ഡോക്ടർ കലാമിൻ്റെ വാക്കുകളിൽ നിന്നും ഈ മലയാളി വിദ്യാർത്ഥിനിക്ക് ലഭിച്ച ഊർജ്ജമാണ് അവരെ അവരുടെ സ്വപ്നത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ സഹായിച്ചത്. ഹാർഡ് വർക്ക് ചെയ്യാനും ആത്മാർത്ഥമായി പഠിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടത്തിലേക്ക് നിങ്ങൾ തീർച്ചയായും എത്തിപ്പെടും. താങ്ക് യു.